സുന്യാന്ന് പറഞ്ഞാ പോരാ, റബ്ബിന്റെ ഇൽഹാം ഔലിയാക്കൾക്കുണ്ടോ അല്ലേ? ഉണ്ട്. പുള്ളി എന്നാണെങ്കിൽ അതുള്ള ഒരാള് എനിക്കൊരു സ്വർണ്ണമുദ്രാൻ ധരിച്ചു, നമ്മളെങ്ങനെ എതിർക്കുക? അല്ല നേരെ പറഞ്ഞതാണ് ധരിച്ചു എങ്ങനെ നാട്ടും? അല്ല നേരെ പറയാണ്, പിന്നെ കിതാബിൽ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ റസൂൽ നേരിട്ട് വന്നിട്ട് പറയാണ് ധരിച്ചോ മോനെ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു സത്താഫിയായിട്ട് സംസാരിച്ച വിഷയം, അപ്പൊ ഞാൻ പറഞ്ഞു മുത്തുനബി വന്ന് പറയാലോ ഔലിയാക്കളോട് നിങ്ങൾ ധരിച്ചോളൂ. ഇയാൾ പറയാ വഫാത്തായി പോയാ പിന്നെ എങ്ങനെ പറയാ? അദ്ദേഹം ഞാൻ സുന്നി ആയിട്ടില്ല, സുന്നി ആയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ യഖ്ദത്തിൽ തന്നെ അഖ്താബീങ്ങളുടെയും ഔലിയാക്കളെയും സമീപത്ത് വന്ന് എന്തിനും സമ്മതം കൊടുക്കാം, യഖ്ദത്തിൽ വരാതെയും കൊടുക്കാം, ഇൽഹാമിലൂടെ കൊടുക്കാം, അള്ളാഹു നേരിട്ട് പറയാം. എന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താ പറയുന്നതൊക്കെ നമ്മൾ കുറേ മുമ്പ് ചർച്ച ചെയ്തതാണ്. ശർഈയായ ഹുക്മിനെതിരെ സ്വപ്നം കണ്ടത് സ്വീകാര്യമല്ല. കാര്യം ഇത്തിഫാക്കാണെന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി തആല ശറഹുൽ മുസ്ലിമിൽ, റൗളത്ത് താലിബിൽ, അങ്ങനെ നിരവധി പണ്ഡിതന്മാർ ആ വിഷയം ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം നവവി തങ്ങൾ ശറഹുൽ മുസ്ലിമിൽ ഇത്തിഫാക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞത്. എന്നിട്ടാണ് നമ്മളല്ലേ ഇവന്റെ വാദം ശരിക്കും കാദിയാനികളെ പോലെ ഖത്മുർ റിസാലത്തിന് നിഷേധിക്കുന്നത്. കാരണം ഇവിടെ ദീൻ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ദീൻ പൂർത്തിയായി. ഇനി ആ ശറഇന് യാതൊരു മാറ്റം, അത് നസ്ഖ് എന്നുള്ളതില്ല. ഇവൻ പറഞ്ഞപ്പോൾ അത് ചില ആളുകൾക്ക് നസ്ഖ വരിക എന്നാണ് ഇപ്പോൾ അവൻ്റെ വാദം. എന്താണ് ഈ ഹൈവാമൻ? അതാൻ പറഞ്ഞത് കുഫിരിയത്തിൻ്റെ വാദങ്ങളാണ് അന്നേ ഞാൻ പറയുന്നുണ്ട്. മറ്റുള്ളവരെ ഇവറ്റകളോട് സലാം തന്നെ പറയാനേ പാടില്ല, മറ്റേ മരിച്ചാൽ മയ്യത്തോട് നിസ്കരിക്കാൻ പറ്റില്ല എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. ഒരാളും മുസ്ലിങ്ങളുടെ ഖബർസ്ഥാനിൽ മറമാടാൻ പറ്റില്ല ഈ പിന്നെ കുരുവട്ടൂർ ത്വരീഖത്തെ കാഫിറാന്ന് ഞാൻ പറയില്ല. പക്ഷേ കുഫിരിയത്തിൻ്റെ വാദങ്ങൾ ഖത്മുർ റിസാലത്തിനെ നിഷേധിക്കുന്ന രൂപത്തിലേക്ക്, അതായത് ശരീഅത്തിൽ ഇവൽക്കൊക്കെ പലവർക്കും ഓരോരുത്തർ സ്വപ്നം കാണുന്നതിനനുസരിച്ച് ഷറഈൻ്റെ ഹുക്മ് മാറും. നഊദുബില്ല. മഹാന്മാരെ അയിമ്മത്ത് പഠിപ്പിച്ച അതിന് നേരെ വിപരീതം. പിന്നെ ഇതിനൊക്കെ എന്താ മാനദണ്ഡം? ഇബാറത്തിൽ ഇതാ ശറഹ് മുസ്ലിമിൽ ഇമാം നവവി തങ്ങളുടെ ഇബാറത്താണ് വളരെ വ്യക്തമായി ബഹുമാനപ്പെട്ടവർ വനഖ്ലു വൽ ഇത്തിഫാഖ അലാ അന്നഹു ലാ യുഗയ്യർ ബിസബബി മാ യുറാഹു നായിമു മാ തഖററ ഫി ശർഅ്. ശർഅയിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നം കാണുന്ന ഒരാളുടെ ആ ഇതുണ്ടല്ലോ, ആ കാണുന്നതിന് അതുകൊണ്ട് അതിൻ്റെ കാരണം കൊണ്ട് മാറ്റപ്പെടൂല, അതിൽ മാറ്റം വരൂല. ശർഅയിൽ സ്ഥിരപ്പെട്ടൊരു കാര്യം, സ്വർണ്ണമോതിരം ധരിക്കൽ ഹറാമാണ് എന്നത് ഇജ്മാ ആണ്. സഹാബത്തിൻ്റെ കാലം കഴിഞ്ഞ ശേഷം പറഞ്ഞ ഇജ്മാ. അതുകൊണ്ട് മാറ്റം സഹാബത്തിൻ്റെ ഇടയിൽ ചില ഇതുകൾ പിന്നെ പല സഹാബത്തും ധരിച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഇജ്മാ സ്ഥിരപ്പെട്ടാൽ മതിയല്ലോ. അതൊക്കെ ഈ ഇപ്പം ജമ്മൊക്കെ ഓതിയിട്ടുണ്ടാവില്ല, ഉസൂലിലെ കിതാബൊക്കെ ഓതിയില്ലേ ഹവാൻ. സഹാബത്തിൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം വരും ഇജ്മാ. അപ്പോൾ സഹാബത്തിൻ്റെ കാലത്ത് ആരെങ്കിലും ഏതൊരു സഹാബി ചെയ്തത് അതല്ല സ്വീകരിക്കേണ്ടത്. അപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി നമുക്കറിയാം, ഏത് കോലത്തിൽ നബി തങ്ങളെ കണ്ടാലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തമായി ബന്ധപ്പെട്ട സ്വപ്നം തന്നെയാണെന്ന് പറയുന്ന ആ അഭിപ്രായക്കാർ അല്ലേ, ആ അഭിപ്രായമുള്ള ആളാണ്. അങ്ങനത്തെ ഇമാം നവവി തങ്ങളാ പറയുന്നത് ശർഈയായ ഒരു ഹുക്ം സ്ഥിരപ്പെടുത്തൽ ജായിസല്ല, പറ്റൂല, ലാ യജൂസ് ഹുക്ം എന്ന് പറയുന്നു. ഒരു ശർഈയായ ഹുക്ം അതുകൊണ്ട് സ്ഥിരപ്പെടൂല. അതുകൊണ്ട് ശർഈനെതിരായ ഒരു കാര്യം, എതിരായ ഒരു ഹുക്മ് നബിതങ്ങളെ സ്വപ്നം കണ്ടിട്ട് നബിതങ്ങൾ കൽപ്പിക്കുന്നതായിട്ട് ഓന് തോന്നിയാൽ അതിനനുസരിച്ച് അമൽ ചെയ്യാൻ പറ്റൂല, ഓനും പറ്റൂല, അത് കേട്ട് വേറൊരുക്കും ചെയ്യാൻ പറ്റൂല. ഹുക്മ് ശർഈ, കാരണം ഇസ്ലാമിൻ്റെ ശർഈൻ്റെ നിയമപ്പെട്ട് സ്ഥിരപ്പെട്ടു അൽയൗമ അക്മൽതു ലക്കും, അതിനപ്പുറമൊന്നുമില്ല. അത് പിന്നെ നസ്ഖില്ല, മൻസൂഖാവൂല. എന്താ പറയുക ഈ ഹൈവാൻ? അതുകൊണ്ടാണ് പറഞ്ഞത് ഇവര് മരിച്ചാൽ മയ്യത്ത് നമ്മൾ മുസ്ലിങ്ങളെ ഖബർസ്ഥാനിൽ മറമാടാനോ ഓരോ മുസ്ലിങ്ങൾ മയ്യത്ത് നിസ്കരിക്കാനോ വരെ പാടില്ലാത്ത വിധത്തിലുള്ള കുഫ്രിയത്തിൻ്റെ വാദങ്ങൾ.
ഈ ഹൈവാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ മുമ്പ് ഇവിടെ ചർച്ച ചെയ്താണ് പലവട്ടം. ഇമാം നബി തങ്ങൾ നിരവധി ഇത് ഇമാം നബി തങ്ങൾ മാത്രമല്ല, ഇബ്നു സലാഹ് തങ്ങൾ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇത് ഷാഫി മദ്ഹബിലെ പണ്ഡിതൻ മാത്രമല്ല, ഹനഫിയാലും ഹംബലിയാലും ഒക്കെ എല്ലാ പണ്ഡിതന്മാരും തന്നെയാണ് പറയുന്നത്. അതാണ് ഇത്തിഫാഖ് ഉണ്ട് എന്ന് പറയുന്നു ബഹുമാനപ്പെട്ട ഇമാം നബി തങ്ങൾ. ഇത് ഇമാം നബി തങ്ങൾ തഹ്ദീബുൽ അസ്മാഉ വൽ ലുഗാത്ത് അതിൽ കാണാം. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ സ്വപ്നം കണ്ടാൽ അവൻ കണ്ടത് സത്യമാണ്, കാരണം പിശാച് നബി തങ്ങളുടെ രൂപത്തിൽ വരൂല എന്ന് പറഞ്ഞിട്ട് വലാക്കീൻ. പക്ഷേ നബി തങ്ങളുടെ രൂപത്തിൽ പിശാച് വരില്ല, അതുകൊണ്ട് സ്വപ്നം സത്യമാണെന്ന് വിചാരിച്ചിട്ട് കുഴുവട്ടൂരി പറയും പോലെ നിങ്ങൾ കേൾക്കണ്ട, അത് ശരിയല്ല. വലാക്കിൻ പക്ഷേ ലാ യുഅ്മലു ബിമാ യസ്മഉ, അല്ലെങ്കിൽ ലാ യുഅ്മൽ ബിമാ യസ്മഉ അർറായി. സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുന്ന ആള് നബി തങ്ങളുടെ ഭാഗത്തു നിന്ന് കേൾക്കുന്നത് അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വപ്നത്തിൽ കേൾക്കുന്നതനുസരിച്ച് അമൽ ചെയ്യാൻ പാടില്ല. ഏതില്? ഫീമാ യതഅല്ലഖു ബിൽ അഹ്കാമി ഇൻ ഖാലഫ മസ്തഖറ ഫി ശർഇ. ശർഇന്റെ അഹ്കാമുകളുമായി ബന്ധപ്പെട്ട വിഷയം അത് ശർഇന് വിപരീതമായിട്ട് കേൾക്കുകയാണെങ്കിൽ അതനുസരിച്ച് അമൽ ചെയ്യാൻ പാടില്ല, അത് അമൽ ചെയ്യണം. തർപ്പിച്ച് പറഞ്ഞിട്ട് എന്നിട്ട് പിന്നെ ഈ ഹയവാനി ആരെയാണ് മാനദണ്ഡാക്കുന്നത്? ഈ കള്ള ഷേഖിനെ, ഈ എന്താ പറയാ ആഫിദ് ഓരൊക്കെ തേങ്ങ മാങ്ങ, എന്ത് ആഫിദ്, എന്ത് ആഫിദോൻ? എന്നിട്ട് ഈ ഹയവാന ഓനെ തൃപ്തിപ്പെടുന്ന എന്താ? ഇവന് വന്നൊരു കുരുത്തക്കേട് നോക്കി, ആരെ കുരുത്തക്കേട് അവന് പറ്റിയത്? റഹ്മാനായ റബ്ബേ, റബ്ബേ അല്ലാത്തൊരു കുരുത്തക്കേട് എന്ന് പറഞ്ഞത് ചില്ലറല്ല, യാതൊരു സംശയവുമില്ല. കണ്ടില്ലേ കുറേ ഡാൻസ് പോലെ ചാണ്ടപോലെ ഒരു ഗതികേട് പോലൊക്കെ നേരെ വെറുതെ പോവുകയാണെങ്കിൽ ഇന്നൊക്കെ എല്ലോ വലിയ വലിയ സ്ഥാപനത്തിലെങ്കിൽ പ്രസംഗവും ക്ലാസ്സുകളൊക്കെ നടത്തേണ്ടവരാണ് നമ്മൾ. അള്ളാൻ്റെ വിധിയാണ് അല്ലേ? അങ്ങനത്തെ ഒരാൾ ആണല്ലോ എല്ലാവരുടെയും കാഴ്ചപ്പാടിൽ. അത് ഉണ്ടാവില്ല, എനിക്കറിയാം, ഉണ്ടാവില്ല എന്നറിയാം. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് ഒന്നോ രണ്ടോ ഞാൻ ഈ ചെങ്ങാനെ പരിചയപ്പെട്ട്, അതായത് നമ്മൾ സോഷ്യൽ മീഡിയ എനിക്ക് ഉപയോഗിക്കാൻ തുടങ്ങി ആദ്യപ്പെട്ട ഒന്നോ രണ്ടോ പ്രസംഗം അതൊക്കെ ഭയങ്കര ആവേശം തോന്നി. കാരണം അധികം താമസിച്ചില്ല, തൊഴിഫൻ്റെ ഇബാറത്ത് തെറ്റിച്ച് അർത്ഥം വെക്കുന്ന കേട്ടപ്പോൾ അപ്പം മനസ്സിലായി അതെന്തോ, അതായത് കളവ് പറയാനും അയിമ്മത്തിൻ്റെ മേൽ ആ ഇബാറത്തുകൾ പിന്നെ കുറച്ചാണ് വാച്ചിന് തോന്നിയ പോലെ അർത്ഥം പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇവൻ ശരിയാവൂല. കാരണം ഇബാറത്ത് കട്ട് അല്ലെങ്കിൽ അയിമത്തിൻ്റെ മേൽ നുണ പറയുന്ന അത് വഹാബികളുടെ വിദ്യാർത്ഥികാരുടെ സ്വഭാവം. വഹാബികളുടെ മാത്രമല്ല എല്ലാ വിദ്യാർത്ഥികളും സ്വീകരിച്ചു കൊണ്ടൊരു പേര് അന്ന് മനസ്സിലാക്കിക്കണം, ഇപ്പം ശരിയാവൂല.